ജാർഖണ്ഡ് സർക്കാരിനെതിരെ അട്ടിമറി നീക്കവുമായി ബി.ജെ.പി. മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്ക് സൂചന. സോറനോടൊപ്പമുണ്ടെന്ന് കരുതുന്ന 6 എം.എൽ.എമാരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും ജെ.എം.എം പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകുന്നു. സ്വാതി ചേരുന്നു. സ്വാതി, എന്തൊക്കെയാണ് ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ? ഷമി, എന്തായാലും ജാർഖണ്ഡ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ജെ.എം.എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ചമ്പൈ സോറനും അതോടൊപ്പം തന്നെ 6 എം.എൽ.എമാരും ബി.ജെ.പിയിലേക്ക് ചേരും എന്നുള്ള വാർത്തകളൊക്കെ തന്നെ അഭ്യൂഹങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവരെ ബന്ധപ്പെടാനാകുന്നില്ല, അതായത് ഈ 6 എം.എൽ.എമാരെ ബന്ധപ്പെടാനാകുന്നില്ല എന്നുള്ള കാര്യം ജെ.എം.എം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവർ ദില്ലിയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ശിവരാജ് ചൗഹാനുമായി സോറൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരിയെ ചമ്പൈ സോറൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ദില്ലിയിലേക്ക് വരുമ്പോൾ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളുമായി ചമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ഈ അഭ്യൂഹങ്ങൾ, ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതിനെല്ലാം തള്ളിക്കൊണ്ട് ചമ്പൈ സോറൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും ജെ.എം.എം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ എം.എൽ.എമാരെ അടക്കം ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന കാര്യമാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഹേമന്ത് സോറൻ, അതായത് ഇഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി മാറുന്നത്. എന്നാൽ ഹേമന്ത് സോറൻ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നതിന് പിന്നാലെ ചമ്പൈ സോറൻ സ്ഥാനമൊഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ ചെറിയ അതൃപ്തികൾ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ബി.ജെ.പിയിലേക്ക് ചേരുമോ എന്നുള്ള വാർത്ത തന്നെയും അഭ്യൂഹങ്ങൾ തന്നെയുമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.